മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വളരെ തലകുനിച്ച് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആ കഥയൊന്നും ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യില്ല. അതില്ല എന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് അങ്ങനെ അല്ല എന്നല്ല, ഞാൻ എൻ്റെ കഥയാണ് പറയുന്നത്. ചോദ്യമാണെന്ന് വെച്ചാൽ കണക്കുകളില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തനേക്കാളും ഒരു പടി മുകളിൽ കയറുക. റാറ്റ് റേസിൽ പെടുക, റൺ ഓൺ ദ 1000-ൽ ഒരാളായി മാറാതെ ഒരു വ്യക്തിയായി മാറുക. ആദ്യം സുഖമാണോ? പരമസുഖം. ലൈഫ് എങ്ങനെ പോകുന്നു? ബ്യൂട്ടിഫുൾ. 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു മനസ്സിലെടുത്തൊരു തീരുമാനം? 2024 എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് കുറച്ചും കൂടി നല്ല സൂര്യവെളിച്ചവും നല്ല മഴയും നല്ല കാറ്റും നല്ല മനുഷ്യരും നല്ല മനസ്സുമൊക്കെ ആയിട്ടുള്ള ഒരു സമൂഹത്തിലായിരിക്കണേ എന്ന് വിചാരിച്ചു. പക്ഷെ 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലായിടത്തും ഉണ്ട്, രാജ്യം മുഴുവനില്ലേ. എന്ത് തോന്നി അപ്പം അങ്ങനെ ഒരു സമാധാനങ്ങളും? അതൊരു പ്രക്രിയയല്ലേ, അതെങ്ങനെ നടക്കും? സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പോലെ മനുഷ്യരുടെ ഇമോഷൻസ് മാറുന്ന മാതിരി സമൂഹത്തിൻ്റെ ഇമോഷൻസ് അത് മോബാവുമ്പോൾ വേറെ തരത്തിൽ അതിങ്ങനെ അത് നമ്മൾ എന്താ പറയണേ, അതിനിടയ്ക്ക് മഴവില്ലുകൾ വരും, അപ്പം നമുക്ക് കളറുകൾ കാണാൻ പറ്റും. അതിനിടയ്ക്ക് മേഘക്കൂട്ടങ്ങൾ വരും, അപ്പോൾ ഇരുളും. ഇതൊക്കെ ഒരു പ്രതിഭാസമല്ലേ, ഇത് എപ്പോഴും നടക്കുന്ന പ്രതിഭാസം. അതിനെല്ലാത്തിനും നമ്മൾ ഇമോഷണൽ ആവുക, ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നതിലൊന്നും കാര്യമില്ല. പക്ഷെ അത് മനസ്സിലാക്കുക, ഇതുണ്ടെന്നും ചിന്തിച്ചും മുമ്പോട്ട് പോവുക. എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനോട്ടുള്ളൊരു കൺസെപ്റ്റ് കിട്ടിയായിരുന്നു 2025? ഞാൻ എന്നും എവ്രി ഡേ ഈസ് എ പ്രോജക്റ്റ്. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എങ്ങനെ പോകുമെന്ന് അറിയില്ലല്ലോ. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒഴിച്ച് വേറൊന്നും നമുക്കറിയാവുന്ന സത്യങ്ങളില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ എങ്ങനെയായിരിക്കും, പോകേണ്ട സ്ഥലത്ത് കറക്റ്റ് എത്താൻ പറ്റുമോ, ചെല്ലുമ്പോൾ കാണേണ്ട ആളുകൾ അവിടെ ഉണ്ടാവുമോ, അതുപോലെ ഉച്ചയ്ക്ക് എത്ര മണിക്ക് ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ള എല്ലാവരുടെയും പോലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇറ്റ് ഈസ് ഓക്കെ, കംപ്ലൈൻസ് ഇല്ല. കുക്കു പരമേശ്വരൻ എന്നൊരു ആള് എങ്ങനെയാണ് ജീവിതത്തിനെ നോക്കിക്കാണുന്നതെന്ന് അറിയാനൊരാഗ്രഹം. എനിക്ക് തോന്നുന്നു, ഞാൻ കുക്കു പരമേശ്വരൻ ഒരു വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ടൊന്നും വ്യത്യാസമില്ല. നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ പഠിച്ചത്, അറിഞ്ഞത്, കണ്ടെത്തിയ നിമിഷങ്ങൾ, കണ്ടറിഞ്ഞ മുഖങ്ങൾ, കണ്ടറിഞ്ഞ പുസ്തകങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണല്ലോ ഒരാൾ രൂപപ്പെടുന്നത്. അതുപോലെ ഉള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് വച്ചിട്ട് നോക്കുമ്പം ആ രൂപപ്പെടുത്തലിലുള്ള ഞാൻ കണ്ട ജീവിതം എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് മുഴുവൻ ഞാനിവിടെ നിരത്തിയാൽ കേട്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നാം, ഓ അവരെന്തായി പറയണമെന്ന്. അതിപ്പോൾ ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ എൻ്റെ ജീവിതം, ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്, മുതിർന്നവർ പറഞ്ഞു തന്നത്, പേരൻസ് പറഞ്ഞു തന്നത്, അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ ചലച്ചിത്ര ലോകത്ത് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടായിരിക്കും? അതൊരു നല്ല ചോദ്യമാണെന്ന് വെച്ചാൽ കണക്കുകളില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കണക്കൊന്നിനും വെച്ചിട്ടില്ല. എനിക്ക് എത്ര സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തു, ആക്ട്രസ്സായിട്ട്, അസിസ്റ്റൻ്റായിട്ട്, കോസ്റ്റ്യൂമിൽ നിന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ക്യാമറയുടെ മുന്നിലാണോ മുന്നിലും പിന്നിലും ഒക്കെ സൈഡിലും ഒക്കെ നിന്ന്? ഏതായിരുന്നു കൂടുതലും ഇഷ്ടം തോന്നിയത്? എന്തായിരുന്നു? എനിക്ക് സിനിമയാണ് പാഷൻ. സിനിമ പാഷനാണ്. സിനിമയുടെ ഏത് അരികത്ത് നിൽക്കാനും എനിക്ക് സന്തോഷമാണ്. സിനിമ എന്ന മഹാലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു അരികത്തുണ്ടെന്ന് പറയുമ്പോൾ ഐ എം സോ പ്രൗഡ്, സോ പ്രിവിലേജ്ഡ് എന്നും എനിക്കറിയാം. സിനിമയുടെ അടുത്ത് നിന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന ആരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, ദേ ആർ സോ പ്രിവിലേജ്ഡ്. അതിന് എന്നും എന്നും നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ ഒരു കലയാണ്, അങ്ങനെ ഒരു വ്യാപാരമാണ്, വ്യവസായമാണ് സിനിമ. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാൻ വായ തുറക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, അവരെത്രയോ അതിൻ്റെ പേരിൽ വിനയമുള്ളവരും താങ്ക്ഫുള്ളുമായിരിക്കണം എന്നാണ്. അതുകൊണ്ട് സിനിമ എനിക്ക് പാഷനാണ്. സിനിമയുടെ ഇന്ന മേഖലയിൽ വർക്ക് ചെയ്യേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാമറയുടെ പിന്നിലും മുന്നിലും. എന്നായിരുന്നു തിരിച്ചറിഞ്ഞത് ഇതാണ് എൻ്റെ ലോകം എന്ന് തിരിച്ചറിഞ്ഞ ഒരു മൊമെൻറ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ തന്മാത്രയൊന്നും വരാത്തോണ്ട് ഓർമ്മ വന്നതുകൊണ്ട് അതുകൊണ്ട് ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ മീൻ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട്, ഫസ്റ്റ് പടത്തിൽ എനിക്കറിയില്ലായിരുന്നു സിനിമയാണെന്നല്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്നും കൂടി മനസ്സിലായിട്ടില്ലായിരുന്നു തിങ്കളാഴ്ച നല്ല ദിവസത്തിൽ. സെക്കൻഡ്
പടം എനിക്ക് വന്നത് ഭരതേട്ടൻ തന്നെ സംവിധാനം ചെയ്ത് പത്മരാജനങ്ങൾ എഴുതിയ ഒഴിവുകാലത്തിൽ അഭിനയിക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം വന്നത്. ആ സമയം എൻ്റെ പാരൻസ് പറഞ്ഞു, വി നീഡ് ടു തിങ്ക് ഓൺ ഇറ്റ്. ഇതാണ് പ്രൊഫഷനെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ മതി. റാറ്റ് റേസിൽ പെടുക, റൺ ഓൺ ദ 1000-ൽ ഒരാളായി മാറാതെ ഒരു വ്യക്തിയായി മാറുക. ഏത് പ്രൊഫഷനാണെങ്കിലും അതിനൊരു അടിത്തറ ഉണ്ടാവുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പോവുക. ആ വഴികാട്ടലാണ് ഞാൻ ഇപ്പോഴും എന്നെ പരിചയപ്പെടുന്ന ഓരോ കുട്ടികളോടും, പെണ്ണായാലും ആണായാലും ഏത് ജെൻഡർ ആയാലും അവരോട് പറയുന്നത്, ഇനി പ്രൊഫഷൻ യു ക്യാൻ ടേക്ക്, ബട്ട് അതിൽ കിട്ടുന്ന അങ്ങനെ ഏത് സ്റ്റുഡൻറ്റ് വന്നാലും ഞാൻ പറയണത് ഏത് പ്രൊഫഷനും തിരഞ്ഞെടുക്കാം, പക്ഷെ അതിൻ്റെ ബേസ് നോളജ് ഉണ്ടായിരിക്കണം. അതിന് കിട്ടുന്ന ചാൻസസ് കളയരുത്. ബിക്കോസ് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തനേക്കാളും ഒരു പടി മുകളിൽ കയറുക. അത് ഏതർത്ഥത്തിലും, അത് ഇൻ്റലിജൻസിലായാലും IQ ഏത് ക്വോഷ്യൻ്റിലായാലും ദാറ്റ് വിൽ റിയലി എംപവർ യു. വെറുതെ കണ്ണുമടച്ചൊരു സിനിമയിലേക്ക് വരുന്നതും സിനിമയിൽ നിന്ന് ചെയ്ത് പഠിക്കാൻ പറ്റും, അതും ഒരു അറിവോടുകൂടി വരുന്നതും വളരെ വ്യത്യാസമുണ്ടാക്കും. സോ അത് സിനിമ മാത്രമല്ല, ഏതും ജീവിതമായാലും. ജീവിതം നമുക്ക് മുഴുവൻ ജീവിച്ച് പഠിക്കാൻ പറ്റില്ല, പക്ഷെ ഒബ്സർവ് ചെയ്ത് പഠിക്കാം. മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഈ വീൽ ഇൻവെൻറ്റ് ചെയ്യണ്ട. ഇതിനു മുമ്പ് കടന്നുപോയ ചക്രങ്ങളുടെ പാതയുണ്ട്. എല്ലാവരും പാത വെട്ടി തുറക്കണ്ട. നടന്നു പോയവരുടെ കാൽപാദങ്ങൾ, അവർ കൊണ്ട മുള്ളുകൾ, അവർ കഷ്ടപ്പെട്ടത്, അത് നമുക്ക് പഠിക്കാനാണ്. അതെപ്പോഴും മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മളായിട്ട് അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും, എന്നിട്ട് ആ വഴി സ്വീകരിക്കും, പുതിയ അപകടങ്ങൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കും. ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതിസന്ധി, അതായത് ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഒരു അത്ര ഈസി അല്ല. പണ്ട് ഇൻഡസ്ട്രിയിലോട്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ വരുമ്പോൾ, അപ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അത് ഞാൻ പറഞ്ഞ ഒരു കള്ളത്തരം. എനിക്ക് വളരെ തലകുനിച്ച് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സത്യസന്ധതയോടെ പറയണം എങ്കിൽ ചലഞ്ചിങ് ആയിരുന്നില്ല എനിക്കത്. അത് എനിക്ക് കിട്ടിയൊരു പ്രിവിലേജായിരുന്നു. ഈസി ആയിരുന്നു എന്ന്? ഈസി ആയിരുന്നു. സിനിമ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നില്ല. സിനിമയിൽ ഞാൻ എത്തിപ്പെട്ടതാണ്. ആ കഥയൊന്നും ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യില്ല. അങ്ങനെ എത്തിപ്പെട്ടതാണ്. അത് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത് ഐ എം എൻജോയിങ് ഇറ്റ്, എനിക്കിതിൽ സന്തോഷമുണ്ട്. എന്നിട്ടാണ് സിനിമ ഞാൻ തീരുമാനിച്ചത്. അതിൽ നിന്ന് കിട്ടിയ ഒരു ഹാപ്പിനെസ് ആൻഡ് അതിന് ആളുകളുടെ കൂടെയുള്ള പ്രവർത്തനം. ഐ എം ഓൾവേസ് എ പീപ്പിൾസ് പേഴ്സൺ. എനിക്ക് ആളുകളിൽ ചേർന്നുള്ള വർക്കുകളാണ് ഇഷ്ടം. അതിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ചലഞ്ചിങ് അല്ലാതിരുന്നത് ഞാൻ വന്ന എൻ്റെ പാരൻസ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നില്ല. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് അങ്ങനെ അല്ല എന്നല്ല, ഞാൻ എൻ്റെ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് അതിൽ ഒരുപാട് ചലഞ്ചിങ്ങും, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ സത്യം പറഞ്ഞാൽ അതൊന്നും ഞാൻ നേരിട്ടിട്ടില്ല. ഇല്ല. അതൊരു ഭാഗ്യമാണ്. അതേസമയം